നമസ്കാരം. പോളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളിൽ ഒരു തീരുമാനമായി. പ്രതീക്ഷ പോലെ തന്നെ കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി LDF തോറ്റു. വൻ പിച്ച ഭൂരിപക്ഷത്തോടുകൂടി. കഴിഞ്ഞ 5 വർഷം മുന്നേ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേപോലെ തന്നെ ഒരു കനൽത്തരിയെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ കനൽത്തരി ഇത്തവണ കെട്ടുപോയിട്ട്. പക്ഷെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സാധുവായ ഒരു CPM നേതാവ് ആലത്തൂരിൽ മത്സരിച്ചു എന്നുള്ളത് ഒറ്റ കാരണത്താൽ അവിടെ ഒരു മിന്നൽ നിലനിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ പിണറായി സർക്കാരിനേറ്റ കനത്ത ആഘാതമായിട്ട് തന്നെ വിലയിരുത്തപ്പെടേണ്ടത്. അല്ല രാഷ, ഞാൻ ആദ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താ ഇതിനുള്ള കാരണം ഞാൻ അന്നേ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിരുദ്ധ തരംഗമല്ലാതെ കേരളത്തിൽ ഒരു തരംഗവും ഉണ്ടാവില്ല. അത് അച്ചിട്ടാണ് റിസൾട്ടിൽ കാണുന്നത്. കാരണം അത്രയേറെ ഞാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും രണ്ടുമുണ്ട്. പ്രവൃത്തികളാണ് സാധാരണ സർക്കാരിന്. ഇത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇത്രയേറെ ആളുകളെ വെറുപ്പിക്കുക എന്ന് പറയുന്നാൽ അതിൻ്റെ അറ്റത്തെത്തിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. കാരണം LDF ജയിച്ച രാധാകൃഷ്ണനാണെങ്കിൽ പോലും ജയിച്ച മണ്ഡലം CPMന്റെ ഒരു കുത്തക സീറ്റാണ്. കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രമ്യ പിടിച്ചൊരു സീറ്റാണ്. ആ സീറ്റിലാണ് അവിടെ ഏറ്റവും മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം സുധാകരൻ കണ്ണൂരിൽ പോലും 1 ലക്ഷത്തിന് മേളിൽ വോട്ട് പിടിക്കുമ്പോൾ അവിടെ കിട്ടിയ സീറ്റിൽ വളരെ കുറച്ച് വോട്ടിലാണ് ജയിക്കുന്നത്. അത് തന്നെ കാണിക്കുന്നത് അങ്ങേയറ്റത്തെ ഒരു വല്ലാത്ത പിണറായി വിരുദ്ധ തരംഗം. എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി തന്നെ മുഖ്യമന്ത്രി വിരുദ്ധ തരംഗമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. അല്ല, ഇപ്പൊ ഈ നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പൊ കണ്ണൂരിലായാലും ശരി, കാസർഗോഡായാലും ശരി, വടകരയിലൊക്കെ ആയിട്ടുള്ള ഈ വലിയ ജയം. ഇപ്പൊ കോഴിക്കോട് നമുക്ക് എടുക്കാം. കോഴിക്കോട് MK രാഘവൻ 4ാം തവണയാണ് ജയിക്കുന്നത്. കോഴിക്കോട് ഒറ്റ സീറ്റ് പോലും അസംബ്ലിയിൽ UDF-ന് ഇല്ല. 1.5 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിലേക്ക് കടക്കാണ്. അതെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും MK രാഘവൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നു എന്ന് പറയുന്നത്. ഈ മണ്ഡലങ്ങളിൽ ഒന്നും UDF-ന് സീറ്റില്ല. ഇല്ല. നിയമസഭാ സീറ്റ് 1-2 ഒക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ. കാസർഗോഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഒറ്റ സീറ്റ് 2 സീറ്റാണ് ഇപ്പൊ അവിടെ ഉള്ളത്. പക്ഷെ അവിടെ അതിശക്തമായ സീറ്റുകൾ എന്ന് പറയുമ്പോൾ കാസർഗോഡില് കല്യാശ്ശേരി, പയ്യന്നൂര്, തൃക്കരിപ്പൂര്, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട്, ഇത്രയും സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര അതിശക്തമായ CPMന്റെ കോട്ടകൾ, നെടുങ്കോട്ടകളാണ്. എന്തിനാണ് രാജേഷ് പിണറായി വിജയന്റെ 160 ബൂത്തിൽ അവിടെ BJPക്ക് ഇരട്ടി വോട്ടാണ് ഇത്തവണ. അതെ. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? അല്ല, ധർമ്മടം മണ്ഡലത്തിൽ തന്നെ സുധാകരന് വലിയ ലീഡ് കിട്ടി. അതാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും വിരുദ്ധ തരംഗമുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ആത്മപരിശോധന നടത്താൻ തയ്യാറാവേണ്ടതാണ്. പക്ഷെ അങ്ങനെ ആവുന്ന നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിന് 100 കാരണങ്ങൾ കണ്ടെത്തും. പിന്നെ വേറൊരു വിഷയം എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ മറികടക്കും. മറ്റൊരു തരം രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ മറികടക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എന്താണ്, ശബരിമല ഇഷ്യൂയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഇത്തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹം റായ്ബറേലിയും പോയി മത്സരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറി. അദ്ദേഹം രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയെടുത്ത് എല്ലാം പോയി LDF തരംഗമാണെന്ന് പറഞ്ഞത് ഈ കുടുംബശ്രീയിലെ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ കൃത്യമായി ഭീഷണിപ്പെടുത്തി പൈസ കൊടുക്കില്ല, പൈസ തിരിച്ചു പിടിച്ച് ഒക്കെ കൊണ്ടുവന്ന ആളുകളെ കണ്ടിട്ടാണ് ഈ പറയുന്നത്. ഇവരെല്ലാം ഭയപ്പെട്ടാണ് വരുന്നത് എന്ന് തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി അത്തരത്തിൽ ജനങ്ങളെ മനസ്സിലാക്കുന്നത് ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു. തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന CPM പൊട്ട ന്യായങ്ങൾ പറഞ്ഞാണ് ജീവിക്കുന്നത്. ഈ തൊഴിലാളി പാർട്ടി എന്നാണല്ലോ CPMനെ കുറിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഏത് തൊഴിലാളിയോടാണ് CPMന് ആഭിമുഖ്യമുള്ളത് എന്നുള്ളത് വലിയ വിഷയമുണ്ട്. അതായത് രാഷ്ട്രീയ തൊഴിലാളികളോടല്ലാത്ത മറ്റൊരു തൊഴിലാളികളോടും താല്പര്യമില്ലാത്ത ഒരു പാർട്ടിയായി ഇത്. അതിപ്പോ കോർപ്പറേറ്റ് വൽക്കരണം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിന്റെ ഭ്രമം
എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ മത്ത് പിടിച്ച അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റിയാലിറ്റി തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ പിണറായി വിജയൻ 8 വർഷമായി ഈ മുഖ്യമന്ത്രി കസേരയിൽ ഈ 2ാം തവണയും അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജിലും അതേപോലെ തന്നെ അപ്രോച്ചിലും എല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമ്മളൊന്ന് നോക്കൂ, ഈ മിനിസ്ട്രിയിൽ നമുക്ക് എടുത്തു പറയാവുന്ന, നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ്, ഒരു കൃത്യമായ കാര്യങ്ങൾ ബോധ്യത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രി പോലും ഇല്ലാത്ത ഒരു എല്ലാവരുടെ വാക്കുകളിലും ധാർഷ്ട്യമാണ്, തികഞ്ഞ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ ആളുകളെ സമീപിക്കുന്നത്. ജനങ്ങളുടെ സേവകരാണെന്നുള്ള ഒരു ബോധവുമില്ല. ഇതിൽ സംഭവിച്ചത് നമുക്ക് ഒറ്റ കാര്യം പറയാം. ഇപ്പൊ കാസർഗോഡ് വെച്ച് തിരുവനന്തപുരം വരെ നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ചേർന്ന് ഒരു ഉല്ലാസയാത്ര നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ CPM-ന്റെ ഈ അധപ്പതനത്തിന്റെ അല്ലെങ്കിൽ ഈ LDF മുന്നണിയുടെ ഇത്രത്തോളം ഉള്ള വലിയ തിരിച്ചടിക്കുള്ള കാരണം എന്ന് പറയുന്നത് ഈ യാത്ര മാത്രമാണ്. ഉമ്മൻചാണ്ടി വില്ലേജ് ഓഫീസർ ആകരുതെന്ന് കുറ്റം പറഞ്ഞ ആളുകൾ നേരെ പോയിട്ട് ഇങ്ങനെ നടത്തി. അത് മാത്രമോ, ഏതാനും ചെറുപ്പക്കാരെ പ്രകടമായി ചെടിച്ചട്ടി കൊണ്ട് അടിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്നൊക്കെ പറയുന്ന ഇത്രയും ഒരു തരത്തിലും ഇത്തരത്തിക്കൊന്നും ആകരുത്. നരേന്ദ്രമോദിയെ പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിലും മെച്ചമാണെന്ന്. ഇപ്പൊ ഇത് ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പൊ വടകരയില് ആണ് ഞാൻ എപ്പോഴും എല്ലാ ചർച്ചയിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യമാണ്, വടകരയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മത്സരം നടന്നിട്ടുള്ളത്. അതായത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള വലിയ തരത്തിലുള്ള മത്സരം നടന്നിരിക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ത്രികോണം എന്നൊക്കെ പറയാം. ഇപ്പൊ ഇവിടെ ത്രികോണം ഒന്നും ഉണ്ടായിരുന്നില്ല, 2 കോണേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പം എന്തിനാണ് CPM നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്ന KK ശൈലജയെ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് പോലും 62,000-ലധികം ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ ജയിച്ചിട്ട് പോലും KK ശൈലജ ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്ത ഒരു നേതാവായി മാറി KK ശൈലജ. അവരെന്തിനാണ് വടകരയിൽ കൊണ്ട് മത്സരിപ്പിച്ചത്? KK ശൈലജയ്ക്ക് പിന്നെയും ഏതോ തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് KK ശൈലജയെ, അല്ലാതെ KK ശൈലജയെ പോലൊരു നേതാവിനെ യഥാർത്ഥത്തിൽ വടകരയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. KK ശൈലജയെ വടകരയിൽ കൊണ്ടുവരുമ്പോൾ എന്താ പ്രതീക്ഷിച്ചത്? വലിയ രീതിയിൽ വിജയം ഉണ്ടാവുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ മത്സരമാണ് നടക്കുന്നത്. KK ശൈലജയും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന 2 വ്യക്തികൾ തമ്മിലല്ലെന്നും കൃത്യമായ രാഷ്ട്രീയമുള്ള സ്ഥലമാണ് വടകര. കാരണം നമുക്കറിയാം, ഒഞ്ചിയത്തുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് CPM-ലുണ്ടായ വിഭാഗീയതയും പിന്നീട് TP ചന്ദ്രശേഖരൻ ആദ്യമായിട്ട് വിമതനായിട്ട് മത്സരിക്കുകയും പാർലമെന്റ് മത്സരിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ള കോൺഗ്രസ് നേതാവ് വിജയിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് വടകരയിലെ രാഷ്ട്രീയം മാറുന്നത്. പിന്നീട് TP കൊല്ലപ്പെടുന്നു. പ്രതിസ്ഥാനത്ത് CPM ആണുള്ളത് എന്നുള്ളതുകൊണ്ടും CPM അതിന് എല്ലാ കാലത്തും ന്യായീകരിക്കുകയും വലിയ രീതിയിൽ ഉള്ള കേരളം തന്നെ ഞെട്ടിപ്പോയ ഒരു കൊലപാതകമായിരുന്നു അത്. സാധാരണക്കാരൻ മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ഇത്രയും ജനകീയരായി നാട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന CPM നേതാക്കൾക്ക് പറ്റും. കോൺഗ്രസ് എന്നും ആൾക്കൂട്ടത്തിന്റെ പാർട്ടിയാണ്, അവർക്ക് അങ്ങനത്തെയുള്ള പ്രത്യേകിച്ച്. പക്ഷെ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിക്കണം, സ്ഥാനാർത്ഥികളുടെ മേന്മ പറഞ്ഞിട്ടാണ് ഒരു വലിയ പ്രഖ്യാപനം. നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ തോൽവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ എങ്ങനെ തോക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുകൂടെ പഠിക്കണം. അത് അവിടെയാണ് ഈ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ, CPM-ന് ജയിക്കാവുന്ന 1-2 സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു ആ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഈ അവസാന ഘട്ടത്തിൽ ഈ അവസാന ഘട്ടത്തിൽ വരെ അവര് ഇപ്പൊ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി, യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ നിൽക്കേണ്ടിയിരുന്ന ഒരു മന്ത്രിയെ അവര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് ആലത്തൂർ മത്സരിപ്പിച്ച് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കയറ്റുമതി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. CPM-ന് ആലത്തൂരിൽ യഥാർത്ഥത്തിൽ K രാധാകൃഷ്ണൻ അല്ലായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ പ്രവചനപ്രകാരം എല്ലാം സംഭവിച്ചവന്. അത് സംഭവിച്ചില്ല എന്നുള്ളത് CPM-ന് അല്പമെങ്കിലും പിടിച്ചുക. നമ്മളിൽ കാണേണ്ട വേറൊരു വലിയ വിഷയമുണ്ട്. അതായത് തൃശ്ശൂരിൽ ഒരു കാര്യം ആലോചിച്ചാണ്, നമ്മൾ ആറ്റിങ്ങിൽ മാത്രം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കാത്ത സമയത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നത് വരെയുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ്? എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ ടെലിവിഷൻ ചാനലിലുള്ള പല ആളുകളുടെയും ചർച്ചകൾ കാണുമ്പോഴൊന്നും അത്തരത്തിലൊരു സാധനം ചർച്ച ചെയ്തില്ല. കരുവണ്ണൂർ കേസിലുണ്ടായ CPM-ന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട് ന്യായീകരണങ്ങൾ, തൃശ്ശൂരിലെ CPM നേതാക്കന്മാർക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണവും ധനാപഹരണം പോലെയുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചെന്നുള്ള ആരും വിലയിരുത്തുന്നില്ല. നേരത്തെ തന്നെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു, അവിടെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി CPM-ഉം BJP-യും തമ്മിൽ വലിയ അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ ഇതൊന്നും ആരും ഒരു അന്തർധാര ഇല്ലാന്നും, മിനിഞ്ഞാന്ന് എന്താ പറഞ്ഞിരുന്നത് EP ജയരാജൻ, ഒരു അന്തർധാര ഇല്ലാന്ന് മാത്രമല്ല, BJP-യുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സുരേഷ് ഗോപി തോറ്റുപോകുമെന്നും ബാങ്കിൽ അക്കൗണ്ട് ഉറങ്ങേണ്ടി വരുമെന്നും, അദ്ദേഹം സിനിമയിൽ പോലും
പോയി അഭിനയിക്കുന്നത് പോലും ഇനി വലിയ കാര്യമില്ല എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. അതായത് ജനകീയത നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്താ നോക്കൂ, 75,000 അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ത്രികോണ മത്സരം നടന്നിട്ട് അദ്ദേഹം ജയിക്കുന്നു. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത BJPക്ക് ഒരു MP ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഒരു ചില്ലറ സംഭവമല്ല. മോദി കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടും എത്രയോ തവണ കേരളത്തിൽ വരികയും അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ 3 തവണ വരികയൊക്കെ ചെയ്തിട്ടാണ് ഈ വിജയം ഉണ്ടാക്കി കൊടുത്തത്. ഇവരെന്തായിരുന്നു ചെയ്തിട്ടുള്ളത്? ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ചിട്ടും CPM-ഉം CPI-യും യഥാർത്ഥത്തിൽ ഈ വിജയത്തിന് മറുപടി പറയേണ്ടതുണ്ട്. അവരെന്ത് പൊളിറ്റിക്സ് ആണ് ഇവിടെ വെച്ചത്? അവര് എന്തുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ പറ്റാത്തത്? CPIക്ക് വളരെ ഈസിയായി ജയിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂരിൽ, CPIയുടെ സീറ്റാണ് തൃശ്ശൂരിൽ, എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇനിയെങ്കിലും അവർ ആത്മപരിശോധന നടത്തണ്ടേ? യഥാർത്ഥത്തിൽ കേരളത്തിൽ മൊത്തം തോറ്റതിനേക്കാൾ ഭീകരമാണ് തൃശ്ശൂരിലെ തോൽവി എന്ന് ഇവർ തിരിച്ചറിയണം. രണ്ടു കൂട്ടരും തിരിച്ചറിയണം. കോൺഗ്രസ് തിരിച്ചറിയണം. കാരണം കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്കാണ് പോകുന്നത്. അത് എന്താണ് സംഭവം? വടകരയിലെ സിറ്റിംഗ് MP ആയിരുന്ന K. മുരളീധരനെ ഒരു സുപ്രഭാതത്തിൽ എവിടെ കൊണ്ടുവരുന്നു? തൃശ്ശൂരിൽ കൊണ്ടുവരുന്നു. എന്തിന്? തൃശ്ശൂർ പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം TN പ്രതാപൻ അത്ര പോരാ എന്ന് തോന്നിയിട്ടാണ്. പിന്നെ പത്മജ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയല്ലോ. പത്മജ പത്മജയാണ്. അതെ, പത്മജ BJP ചേർന്നിട്ട് പത്മജ ആദ്യമായി തൃശ്ശൂരിൽ വന്ന ദിവസം പത്രപ്രവർത്തകരോട് പറഞ്ഞ വലിയൊരു കമന്റ് ഉണ്ട്. എന്താണ്? ഏട്ടനെ ഇവർ ബലിയാടാക്കും. എന്നെ തോൽപ്പിച്ച അതേ ശക്തികൾ തന്നെ ഈ അപ്പുറം ഇപ്പുറം ചേട്ടന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ടെന്നും അവർ കൃത്യമായി കാലുവാരുമെന്നും ചേട്ടൻ ദയനീയമായി പരാജയപ്പെടും, വടകര ആയിരുന്നെങ്കിൽ അവിടെ ജയിച്ചു പോകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ സാഹചര്യങ്ങളിൽ നിന്ന് വടകര മാറിയിരുന്നു എന്നുള്ളത് വരവോടുകൂടി ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് മൊത്തത്തിൽ നേട്ടമാണെങ്കിൽ പോലും മുരളീധരനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് വളരെ ദയനീയമായിട്ട് സ്വന്തം തട്ടകത്തിൽ തോൽക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തോറ്റു, കരുണാകരൻ തോറ്റു, പത്മജ തോറ്റു, മുരളീധരൻ വീണ്ടും വന്ന് തോറ്റു എന്ന് പറയുമ്പോൾ നോക്കൂ എത്രത്തോളം ദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്നല്ല. കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പും ഒക്കെ മാത്രമല്ല കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. മാത്രല്ലെന്ന് അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് K. കരുണാകരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലൈവ് ചർച്ചയിൽ പറഞ്ഞ K. കരുണാകരൻ എന്ന് പറയുന്ന ഉന്നതനായ കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന ഭൂമികയിലാണ് ഈ പരാജയം കൂടി നമ്മൾ കാണണം. അതുകൊണ്ട് ഇത് നമ്മൾ ഈ കേരളത്തിലുള്ള മൊത്തത്തിലുള്ള രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂരിലുണ്ടായ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഇപ്പൊ നമ്മൾ ഇടനേരത്ത് നമ്മൾ വിചാരിച്ചു തൃശ്ശൂരിൽ മാത്രമല്ല താമര വിരിയാൻ പോകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തും താമര വിരിയാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാജീവ് ചന്ദ്രശേഖർ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ ശശി തരൂരിന് അവസാനം വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അല്പകാശ്വാസം. അല്ലെ ശശി തരൂർക്ക് തോറ്റേണ്ട അവസ്ഥ എന്താണ്? അല്ല, ഞാൻ പറഞ്ഞ അതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് LDF പരാജയപ്പെടുന്നത് വലിയ തിരിച്ചടിയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ജനകീയമായ എന്താണ് ആളുകളുടെ മനസ്സിലിരിപ്പെന്ന് അറിയാതെ അനാവശ്യമായി ഹുങ്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും കേരളത്തിൽ ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നമ്മൾ ഇനി വോട്ടിന്റെ കണക്കെടുക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൃത്യമായി അറിയുള്ളൂ. CPM-ന്റെ വോട്ട് നന്നായി ചോർന്നിരിക്കുന്നു. അല്ല, CPM-ന്റെ വോട്ട് ചോരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് നമ്മൾ കണക്കാക്കേണ്ടത്. ഇപ്പൊ ഈ 2.25 ലക്ഷത്തോളം വോട്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ. അതാ പറഞ്ഞു വരുന്നത്. കണ്ണൂർ കഴിഞ്ഞാൽ CPM-ന്റെ ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രം മാത്രമല്ല കേഡർ പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള കേഡർ സ്വഭാവമുള്ള ആളുകളുള്ള സ്ഥലം കൂടിയാണ് ആലപ്പുഴ. ഈ ആലപ്പുഴയിലാണ് വലിയ രീതിയിൽ KC വേണോല് നേരത്തെ ജയിച്ചിട്ടുള്ള 2 തവണ ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJP സ്ഥാനാർത്ഥി, അത് ശോഭാ സുരേന്ദ്രന് പൂർണ്ണമായിട്ടും BJPയുടെ പിന്തുണ പോലും ഇല്ലാതെ വന്ന സ്ഥാനാർത്ഥിക്കാണ് ഇത്രയും വോട്ട് കിട്ടുന്നത്. അപ്പം CPM കേന്ദ്രങ്ങളിലുള്ള വോട്ട് ചോർച്ചയെക്കുറിച്ച് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം. ഇപ്പൊ ഇതിലെന്താ സംഭവിക്കാൻ അറിയാം? കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുണ്ടായ ഈ പരാജയത്തിൽ എന്താ സംഭവിക്കുക? CPM-ന്റെ ഔദ്യോഗിക പക്ഷവുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരുണ്ട്. അവരെ തെരഞ്ഞുപിടിച്ച് അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അവരെ പുറത്താക്കുക. യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടുമല്ലോ. ഇപ്പൊ അമ്പലപ്പുഴയിലും ആലപ്പുഴയിലൊക്കെ ഉണ്ടായ ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടാകാതിട്ട് പോലും സുധാകരനൊക്കെ എതിരെ നടപടിയെടുത്ത പാർട്ടിയാണിത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതിനേക്കാൾ അപ്പുറം ഇനി ശത്രുക്കൾ ആരാണുള്ളത്, ആ ശത്രുവിനെ പുറത്താക്കാനുള്ള വഴി മാത്രമാണ് കാണുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ. ഇതിൽ ആരൊക്കെയാണ് തോറ്റത് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട. എല്ലാരും അതാണ്. ഒന്ന് പോളിറ്റ് ബ്യൂറോ അംഗം, ഒന്ന് CITUവിന്റെ ദേശീയ നേതാവ്, 3 ജില്ലാ ജനറൽ സെക്രട്ടറി, മുൻ 2 മന്ത്രിമാർ, ഒരു MP, ഇത്രയും പേര് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തോൽക്കാണ്. പിന്നെ പൊന്നാനിയിലെ എവിടെന്നോ കെട്ടിയിറക്കിക്കൊണ്ട് മുസ്ലിം ലീഗിലെ അന്തചിത്രം ഉണ്ടാക്കാം. അത് ചർച്ച ചെയ്യേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഒന്ന്, ഇവര് സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ച അബദ്ധം എന്ന് പറയുന്നത് ഒറ്റ യുവജന സ്ഥാനാർത്ഥിയാണ് ഇതിലുള്ളത്. യുവജന വിഭാഗത്തിൽ ഒറ്റ സ്ഥാനാർത്ഥി വസീഫിനാണെങ്കിൽ
ഈ പിന്നെ പൊന്നാപുരം ഒരു കാലത്തും തകർക്കാൻ പറ്റാത്ത പൊന്നാവരം കോട്ടയിൽ വലിയ വിള്ളലുണ്ടാക്കും എന്ന് പറഞ്ഞ് കൊണ്ടിട്ടേക്കാണ് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞത് ഒരു ട്രെയിനി ആയിട്ട് കൊണ്ടിട്ടുന്ന ഇലക്ഷൻ ട്രെയിനി ആയിട്ട് കൊണ്ടിട്ടാണ്, അല്ലാണ്ട് ട്രെയിനുകൾ വന്നാൽ പോയതാ ആ ട്രെയിനിൽ നിന്ന് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് ആലോചിക്കണം. കേരള രാഷ്ട്രീയത്തിൽ പിന്നീട് ഈ ട്രെയിനുകളിൽ നമ്മൾ കണ്ടിട്ടില്ല എന്ന് ആലോചിക്കണം. പിന്നീട് ഉള്ള എല്ലാവരുടെ ഇപ്പം കാസർഗോഡ് NV ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് നടക്കാൻ പോലും പറ്റാത്തൊരു നേതാവിനാണ്. അദ്ദേഹത്തോട് ഏറ്റവും വലിയ പാതകമായിട്ടാണ് നമ്മൾ അതിനെ കണ്ടത്. രണ്ടാമത് ഈ കണ്ണൂരിലേക്ക് വരുമ്പോൾ ആരാണ്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MB ജയരാജനെ ആ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പൊ പുള്ളിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പിന്നെ കോൺഗ്രസ് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കൂലായിരുന്നു, പക്ഷെ MB ജയരാജനോട് ജയിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിനെ മറികടന്ന് അതിലും വിരുദ്ധ വോട്ട് വന്നു എന്നാണ് ഈ ധർമ്മടത്തെ വോട്ടും സുധാകരന്റെ ഭൂരിപക്ഷവും കാണിക്കുന്നത്. അപ്പൊ അതെ, വടകരയിലേക്ക് വരുമ്പോൾ വടകരയിലും കാണിച്ചത് KK ശൈലജയെ പോലെ മുൻ മന്ത്രിയും അവർക്ക് പിന്നെ അവർ ശരിക്കും പറഞ്ഞാൽ എല്ലാ വലിയ പോസ്റ്റുകളിൽ ഇരുന്നിട്ട് ഇനി അവരെ ശരിക്കും അത്തരത്തിലുള്ള ഡൽഹിയിലേക്കൊന്നും അയക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പാർട്ടിയോട് പറഞ്ഞാണ് അങ്ങോട്ട്. എന്നെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞാണ്, വടകരയ്ക്ക് എന്നെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞത്. പക്ഷെ അവരെ ടീച്ചർ നിർബന്ധപൂർവ്വം കൊണ്ടു നിർത്തും. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ടീച്ചർക്കുണ്ടായിരുന്ന ഈ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വീകാര്യത അത് ഇല്ല എന്ന് തെളിയിക്കുക എന്നുള്ളത് പിണറായിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. അല്ല, താരതമ്യേന കേരള രാഷ്ട്രീയത്തിൽ വളരെ ജൂനിയറായ ഷാഫി പറമ്പിൽ വന്നിട്ട് ടീച്ചർ തോൽപ്പിച്ചു എന്നുള്ളത് അത് വലിയ ടീച്ചറെ സംബന്ധിച്ചോളം ടീച്ചറുടെ വടകര പോലുള്ള മണ്ഡലത്തിൽ 1 ലക്ഷത്തിലേറെ വോട്ടിനാണ് അതെ ഒരു 5000 വോട്ടിനോ അല്ലെങ്കിൽ 10000 വോട്ടിനോ ഒന്നും അല്ല എന്നുള്ളത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ ടീച്ചർ തന്നെ കഴിഞ്ഞ ദിവസം മലയാള മനോരമേന്റെ ഈ സർവേ ഫലം കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ടീച്ചറുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി എന്നെ വടകര അതിൽ ജയിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും അട്ടിമറി നടക്കണമെന്നാ. യഥാർത്ഥത്തിൽ ഇവിടെ അട്ടിമറിയാ നടന്നത്. അതെ, പാർട്ടി ആളുകൾ തന്നെ ഷാഫിക്ക് വോട്ട് ചെയ്തു. കാരണം CPM അത്രയും മേൽക്കൈയുള്ള ഒരു സ്ഥലത്ത് 1 ലക്ഷത്തിലേറെ ആൾക്കാര് ഭൂരിപക്ഷം കൊടുക്കണമെങ്കിൽ അവിടെ എന്തോ വലിയ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ ഐഡന്റിഫൈ ചെയ്യണം. അതിന് പകരം ഞങ്ങൾ സുസജ്ജമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ശക്തരാണ് എന്നൊക്കെ സ്വയം വെടി പറഞ്ഞ് നടക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? ബോംബ് പൊട്ടിയ സമയത്ത് പാനൂർ ബോംബ് പൊട്ടിയ സമയത്ത് ഇവർ എന്ത് നിലപാട് സ്വീകരിച്ചു? എന്ത് ന്യായീകരണങ്ങളാണ്? എന്തെല്ലാം ന്യായീകരണങ്ങൾ നടത്തി മാത്രമാണോ? 2015 ബോംബ് പൊട്ടി തകർന്ന ആളുകൾക്ക് സ്മാരകം പണിത ഒരു ആണ് ഇവർ. ഈ പൊട്ടിയവർക്ക് ഇവർക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു സ്മാരകം പണി നമ്മൾ കാണേണ്ടി വരും. അതാണ് ഇതിന്റെ അകത്ത് കാര്യം എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, സാധാരണക്കാരനായ വോട്ടർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, ഈ കേഡറിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ചില നയങ്ങളും ചില തീരുമാനങ്ങളും ചില നടപ്പാക്കലുകളും അത് അങ്ങനെയാണ് ശരിയെന്ന് സ്ഥാപിക്കലും ഇതൊന്നുമല്ല. കാലം മാറി ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ആ മനസ്സിലാകലാണ് വോട്ടിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയത്, ഞാൻ അറിയാവുന്ന എളമരം കരീം എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ സെക്യുലർ സ്വഭാവമുള്ള ഒരു കക്ഷിയാണ്. ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയപ്പോൾ എന്തിനാണ് എളമരം കരീം എന്നുള്ള പേര് മാറ്റിയിട്ട് കരീമക്കൊക്കെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെ ഒരു പ്രചരണം ഉണ്ടായത്? പച്ചയില് വെള്ളം എന്തിനാണ് അത്തരത്തിലുള്ള ഒരു അത് തന്നെ മോശം ലക്ഷണമാണല്ലോ. ഇപ്പം CIT ദേശീയ നേതാവായിരിക്കുന്ന എളമരം കരീമൻ, മുൻ മന്ത്രിയും ഒക്കെ ആയിരുന്ന എളമരം കരീമിന് കോഴിക്കോട്ടുകാർക്ക് അത്തരത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോഴിക്കോടിന്റെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന വളരെ സുപരിചിതനായ ഒരു നേതാവാണ് എളമരം കരീം. പക്ഷേ അദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. ജനങ്ങളിൽ നിന്നത്തെ അദ്ദേഹം എത്രയോ അകന്നുപോയിരുന്നു നേരത്തെ. അതേസമയം ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന MK രാഘവനാണ് എതിരാളി. ഈ MK രാഘവൻ എന്നുള്ള ശക്തനായ എതിരാളിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തിയ നേതാവ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് തിരിച്ചറിയാത്ത ഏക പാർട്ടി CPM ആണ്. രാഘവനും എളമരം കരീമും തമ്മിൽ കമ്പയർ ചെയ്താൽ രാഘവൻ ഒരു സാധാരണ പാർട്ടി പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പക്ഷെ ആളുകളെ അറിയാം, ജനങ്ങളായിട്ട് ബന്ധമുണ്ട്. അവന്റെ ദുഃഖങ്ങളിലും സുഖങ്ങളിലൊക്കെ പങ്കാളിയായി നിൽക്കുന്ന ഒരു ആളാണെന്നുള്ള തോന്നലെങ്കിലും വരുത്തിക്കാൻ വേണ്ടിട്ട് MK രാഘവൻ കഴിഞ്ഞ ഒരു കാര്യം ആലോചിക്കണം. കോഴിക്കോട്ട് എത്ര സീറ്റുണ്ട്? ഒറ്റ സീറ്റും ഇല്ല. ആകെ ഉണ്ടായിരുന്ന കോഴിക്കോട് 2 പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയി അവിടെ മറ്റേയാള് ജയിച്ച സ്ഥലമാണ്, INL സ്ഥാനാർത്ഥി. അപ്പൊ ഇത്തരത്തിൽ ഉള്ള രാഷ്ട്രീയപരമായിട്ട് ഇതിനേക്കാളൊക്കെ ഏറ്റവും ദയനീയമായ പരാജയമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടത് എവിടെയാണ്? അവിടെയാണ് വിഷയം. ഇതിന്റെ ഏറ്റവും വലിയ ദയനീയമായ പരാജയം സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? പാലക്കാട്ടാണ്. പാലക്കാട് പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹത്തിന് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വന്ന് പാലക്കാടിന്റെ മണ്ണിൽ വളരെ സുപരിചിതനായിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ഉന്നതനായ രാഷ്ട്രീയ നേതാവായി മാറിയപ്പോൾ പാലക്കാടിലെ പബ്ലിക്കിനെ മൊത്തം മറന്നുപോവുകയും ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു കുറെ കാലത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ പോയി ഇറങ്ങി നമ്മളെ ആരും തിരിച്ചറിയില്ല. അതേപോലെയുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വിജയരാഘവൻ. ആ മണ്ഡലങ്ങളും ഇതുപോലെയാണ്. അതെ, LDFന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളിലാണ് ഈ തിരിച്ചടി ഉണ്ടായത്. അത് വലിയ വിഷയമാണ്. ഒരു കാരണവശാലും
വിജയരാഘവന് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതിഭീകരമായ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ദയനീയമായ തോൽവിയാണ്. ദയനീയമായ തോൽവി എന്ന് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മൾ രവീന്ദ്ര മാഷ് തോറ്റു എന്ന് പറയുമ്പോൾ 1,15,000 വോട്ടിൽ നിന്ന് ശ്രീകണ്ഠൻ പിടിച്ചെടുത്ത 10,000 വോട്ടിന് പിടിച്ചെടുത്ത സ്ഥലത്ത് ഇപ്പൊ ശ്രീകണ്ഠൻ 1,00,000 വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആളുകൾക്കിടയിൽ ഈ വിജയരാഘവൻ എന്ന് പറയുന്ന ആ നേതാവിനോടുള്ള പ്രതിപത്തിയും അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതാണ് അവസ്ഥ. നമ്മളിപ്പോ ചാലക്കുടിയിൽ രവീന്ദ്ര മാഷ് തോറ്റതുപോലെയോ അല്ലെങ്കിൽ ഇവിടെ ഷൈൻ ടീച്ചർ തോറ്റ പോലെയോ ഒന്നും അല്ലത്. ഒരിക്കലും. അതുപോലെ തന്നെ ദയനീയമാണ് ആരിഫിന്റെ തോൽവിയും. ആരിഫ് സ്വയം ചോദിച്ചു വാങ്ങിയ തോൽവി തന്നെ വേണം പറയാൻ പറ്റും. CPM-ന്റെ ചില നേതാക്കന്മാര് ആരിഫിനെ ഇവിടെ മത്സരിപ്പിക്കരുതെന്നും മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് MV ഗോവിന്ദൻ മാഷ്ക്ക് കത്തെഴുതി എന്നാ പറഞ്ഞത്. ഗോവിന്ദൻ മാഷ് അതിന് പ്രതികരണം ഉണ്ടായി. പത്രങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഗോവിന്ദ മാഷ് ഒരു പ്രതികരണം ഉണ്ടായി. ആരിഫ് മികച്ച സിറ്റിംഗ് MP ആണെന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആരിഫ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയെന്നും മറ്റൊരു ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാമായിരുന്നു ഇദ്ദേഹം തോറ്റുപോകുന്നു. കാരണം എന്താ, അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നിരുന്നു. കാരണം പൗഡർ ഇട്ടിട്ട് നല്ല കുപ്പായ ഇട്ടിട്ട് നടക്കലല്ലേ MP ജനങ്ങളിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടി അണികളിൽ നിന്ന് അകന്നിരുന്നു. പാർട്ടി അണികളിൽ നിന്ന് അകന്ന് തന്നെയാണ് പ്രശ്നം. ഈ പണി കൊടുത്തിരിക്കുന്ന എല്ലാം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പണി കിട്ടിയിരിക്കുന്നത് പാർട്ടി അണികൾക്ക് നിന്ന് തന്നെയാണ്. കേഡർ വോട്ട് പോലും ചോർന്നു എന്നുള്ള തന്നെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് കോട്ടയത്താണ്. കോട്ടയത്ത് വളരെ വിചിത്രമായ ഒരു മത്സരം നടന്ന സ്ഥലമാണ്. 44 വർഷത്തിന് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയും ഏറ്റുമുട്ടുകയും ചെയ്ത സ്ഥലമാണ് ഈ പറയുന്ന കോട്ടയം. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്ന് 2019 വലിയ വിജയം നേടുകയും ഒക്കെ ചെയ്ത തോമസ് ചാഴികാടൻ എന്ന് പറഞ്ഞ നേതാവ് പിന്നീട് നമ്മൾ കാണുന്ന എന്താണ്, അതേ ചിഹ്നവുമായി പൊക്കി വന്നിട്ട് മറ്റൊരു മുന്നണിയിൽ നിന്ന് മത്സരിക്കുകയാണ്. ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ചില രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ തീരുമാനങ്ങളായിരുന്നു ഉണ്ടാക്കിയ സംഭവം. എന്താ സംഭവിച്ചത്? ജോസ് കെ മാണിക്കും അതെ ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക്, അതായത് ഈ മാധ്യമങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 2 വാടിപ്പോയി, വാടിപ്പോലല്ല ശരിക്കും പറഞ്ഞാൽ കരിഞ്ഞുപോയി എന്നുള്ള അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഇവർ ചോദിച്ചു വാങ്ങിയ പരാജയമാണ് എന്നുള്ളതാണ്. അതിലും പത്തനംതിട്ടയിലേക്ക് ചെല്ലുമ്പോ പത്തനംതിട്ടയിൽ ആരാണ് സ്ഥാനാർത്ഥി? നമ്മുടെ ധനതത്വശാസ്ത്രജ്ഞനും മുൻ ധനകാര്യമന്ത്രിയൊക്കെ ആയ കിഫ്ബിയുടെ കണ്ടുപിടുത്തക്കാരനൊക്കെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ആളാണ്. എന്താ സംഭവിച്ചത്? വളരെ ദയനീയമായി അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ CPM 2 ഗ്രൂപ്പ് അവിടെ. അതെ, അല്ല പക്ഷെ പ്രവാസികളുടെ സമ്മേളനം നടത്തി അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചൊക്കെ വന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ ഈ നിലവിലുള്ള സ്ഥാനാർത്ഥികൾക്കുള്ള ആന്റി ഇൻകംബൻസി ഉണ്ടായ 2 സ്ഥലം മാവേലിക്കരയും ആന്റണിക്കെതിരെയും കൊടിക്കുന്നിലിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് പാർട്ടിയിൽ നിന്നുണ്ടായത്. ഇവർ രണ്ടുപേരും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആന്റണി പറഞ്ഞു എന്നെ കോട്ടയത്തേക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞു, എനിക്ക് ഇവിടെ രക്ഷയില്ല എന്ന് പറഞ്ഞു. മാത്രല്ല അവിടെ തോമസ് ഐസക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് ഏതാണ്ട് വിറയലുണ്ടായി. മാത്രം പിന്നീട് AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് ചേർന്ന് BJP-യുടെ കാൻഡിഡേറ്റായിട്ട് പത്തനംതിട്ടയിൽ വരുന്നതോടുകൂടി BJP-ക്കാർ പോലും തെറ്റിദ്ധരിച്ചിരുന്നത് അനിൽ ആന്റണിയാണ് അവിടുത്തെ MP ആവുമ്പോൾ. അതെ, അല്ല BJP-യുടെ പല നേതാക്കന്മാരും വളരെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കുകയും പ്രധാനമന്ത്രി ആദ്യത്തെ ഇലക്ഷൻ പ്രചരണം, കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ പ്രചരണം നടത്തിയ എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. അപ്പം മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ സമാരാധ്യന നേതാവുമായ AK ആന്റണിയുടെ മകൻ. ഇതെന്താ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നമ്മുടെ നേതൃത്വത്തിൽ, എല്ലാ പാർട്ടികളിലും ഇരിക്കുന്ന നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഈ ജനങ്ങൾ മനസ്സിലാക്കുന്ന, സാധാരണ വോട്ടർ മനസ്സിലാക്കുന്ന അത്രയും പോലും വിവരം കാണിക്കാതിരിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അനിൽ ആന്റണി എങ്ങനെയാണ് പത്തനംതിട്ടയിൽ ജയിക്കുക എന്ന് BJP-ക്കാർ വിശ്വസിക്കുക? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് അവിടെയാണ് വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചില സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ കൂടി സമയമെടുക്കും. നമുക്ക് പലപ്പോഴും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ആളുകളിലേക്ക് കണ്ടു തിരിച്ചു വെച്ചോണ്ടാണ്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ആരുമായിട്ട് ബന്ധം? അതെ, ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷൻ വരണം ഇവർക്ക് ആളുകളായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണിത്. ഇപ്പൊ ചില സർവേകൾ ഷാഫിയുടെ തോൽവി പ്രവചിച്ചു. ഇത് എന്ത് കണ്ടിട്ടാണ്? ഇവിടുത്തെ സാധാരണക്കാരായ ഈ പറഞ്ഞ പോലെയുള്ള മനുഷ്യന്മാർക്കെല്ലാം അറിയാം ഷാഫി അവിടെ ജയിക്കുമെന്ന്. ഷാഫി ജയിക്കും, അവിടെ 1,00,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ എത്രയോ പേരെ എനിക്കറിയാം. കാരണം എന്താ, വടകരയായിട്ടൊന്നും അവർക്ക് ഒരു പരിചയമില്ല. പക്ഷെ ഷാഫിയുടെ അവിടുത്തെ പ്രവർത്തനവും ഷാഫിയുടെ ഫസ്റ്റ് എൻട്രിയും കണ്ടപ്പോൾ തന്നെ അത് നിശ്ചയിച്ച ആളുകളാണ്. അതിനെയാണ് സർവേ നടത്തി തോക്കുമെന്ന് പറയുന്നത്. അതെ, എനിക്ക് ഭയങ്കര തമാശ തോന്നിയെന്ന് പറഞ്ഞാൽ മലയാള മനോരമയെ പോലൊരു പത്രം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. കാരണം ഇനി ഏജൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ മലയാള മനോരമ എന്ന് പറയുന്നത് ഒരുപാട് പ്രഗത്ഭരായ ജേർണലിസ്റ്റുകൾ
ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴുള്ളതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടിരിക്കുന്ന ഒരു പത്ര സ്ഥാപനമാണ്. മലയാള മനോരമയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ മനോരമേന്റെ അമിതാവേശം എന്ന് വേണമെങ്കിൽ അല്ല, പറയാം. എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിൽ ഈ 3 മണിക്കൂർ ആളെ ഇരുത്തണ്ടേ? അല്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴും വേറെ എത്ര മണ്ഡലങ്ങളുണ്ട്. അല്ല, ഇതും ഇപ്പം പരസ്യം കിട്ടണ്ടേ? അല്ല, അവര് തന്നെ കണ്ണൂരിൽ ബലാബല എന്ന് പറഞ്ഞു. അതെ, ഈ ജയരാജനും എം വി ജയരാജനെതിരെ മത്സരിക്കുന്ന KPCC പ്രസിഡന്റും തമ്മിൽ ബലാബലമാണെന്ന് ഇവര് പറഞ്ഞു. കണ്ടെത്തി. എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല. ഇത് ആരാണ് കണ്ടത്? ഇതിന്റെ റാൻഡം സർവേ ആണെന്ന് പറയുന്നത്. ഈ ആരെയാ കണ്ടത്? കുറച്ച് CPM-കാരെ മാത്രം കണ്ടിട്ടുണ്ടാക്കിയ സർവേ ആണോ എന്നുള്ളത് വലിയ വിഷയമുണ്ട്. സമാസമം എന്ന് പറഞ്ഞ് അത് എന്തടിസ്ഥാനത്തിലാണ്? സർവേ ഇല്ലല്ലോ. അങ്ങനെ സർവേ നടത്തേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ അങ്ങോളം എല്ലായിടത്തും ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ പോരെ? അതെ, അങ്ങനെയാണ്. ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത് സർവേ നടത്തേണ്ട കാര്യമില്ല. അപ്പൊ ഇവർക്ക് കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ കേരളത്തിൽ എന്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ നമ്മൾ പറഞ്ഞ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വങ്ങളെ പോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും ഇതേപോലത്തുള്ള കുഴപ്പങ്ങൾ പറ്റുന്നുണ്ടെന്ന് തീർച്ചയായും മാധ്യമപ്രവർത്തകർ ഈ അമിതാവേശം കാണിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മളെ വലിയ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ പോലും നമ്മൾ ഈ സൈഡിലൂടെ ഒരു മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭയങ്കരമായ അമിതാവേശം കാണിച്ച് 1-2 ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റാറായി നിൽക്കാൻ പറ്റും. പക്ഷെ പിന്നീട് അത് ഉണ്ടാക്കുന്ന ഒരു വല്ലാതെ ചളിപ്പുണ്ട്. കാരണം കുറെ കാലം പിന്നീട് അല്ല, അതിനകത്ത് എന്താ പറയുക, നമ്മൾ കാണുന്ന കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്ന ഒരു മാധ്യമപ്രവർത്തനത്തിലുണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്, വളരെ പക്ഷം ചേർന്ന് അതിനു മുമ്പ് വരെ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ വന്നു നിന്നിട്ടാണ് ഈ വിശകലനം നടത്തുന്നത്. അതെ. അപ്പൊ ആ പക്ഷം ചേർന്നാ സംസാരിക്കുന്നേ. അപ്പൊ അവരുടെ വിശകലനത്തിൽ ആളുകൾക്ക് യാതൊരു വിശ്വാസ്യത ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രശ്നം. ഈ കോട്ടയത്തെ ഇതായാലും ഈ പറഞ്ഞ ഷാഫിയുടെ ഇതാണേലും മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങളാണേലും വോട്ട് ഷെയറിന്റെ കണ്ടെത്തലൊക്കെ ആണെങ്കിലും ഇത് ജനമാണ് വോട്ട് ചെയ്യുന്നുള്ള ആത്യന്തികമായ ഒരു ചിന്ത വേണമല്ലോ എല്ലാവർക്കും. അത് നമുക്കും വേണം, മാധ്യമപ്രവർത്തകർക്കും വേണം. അതെ, നമ്മളിപ്പം ഈ ഏകപക്ഷീയമായിട്ട് ഒരു പക്ഷം പിടിച്ചു പോവുക എന്ന് പറയുന്ന സമ്പ്രദായം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും ഈ കേരളത്തിലെ വിജയങ്ങളെ കുറിച്ച് സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ അതിന് കൃത്യമായി കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും ജയിക്കും, കണ്ണൂരിൽ എന്തുകൊണ്ട് കെ സുധാകരൻ വീണ്ടും ജയിക്കും എന്ന് പറഞ്ഞാൽ എതിരാളിയെ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഇപ്പം ഷാഫി അവിടെ ഒരിക്കലും തോൽക്കില്ല എന്നുള്ളത് എതിരാളിയെ കുറിച്ച് പഠിക്കാത്തോണ്ട് സംഭവിക്കുന്ന. നമ്മള് വെറും രാഷ്ട്രീയമല്ലല്ലോ പറയേണ്ടത്. ഇപ്പൊ ഓരോ സ്ഥലത്തും ഇപ്പൊ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം മാത്രമാണെങ്കിൽ മനസ്സിലായത്. ഷാഫി അവിടെ ചെന്ന് സാധാരണ ആളുകൾ പറയുന്നത് പോലെ തന്നെ അല്ലാതെ മാധ്യമപ്രവർത്തകർ അപ്പോഴും പറയുന്ന വടകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടെ. ഏതാ ഇഞ്ചത്? ഈ ഇഞ്ച് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പൊന്നാനിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന ആളുകൾ മലപ്പുറത്ത് ഇതൊക്കെ എന്ത് തരമാണ്? ഈ പൊന്നാനിയിൽ അത് പറയുമ്പോഴാണ്, പൊന്നാനിയില് ലീഗിന്ന് തെറ്റി വന്ന ഒരു സ്ഥാനാർത്ഥിയാണല്ലേ ഈ ഹംസ എന്ന് പറയുന്നത്. ലീഗിന്റെ ലീഗിന്ന് തെറ്റി വന്നുള്ളത് തന്നെ ലീഗിനെതിരെയുള്ള അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് ഇവർ കണ്ടത്. അപ്പൊ അദ്ദേഹം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ അരുവൽ നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിടത്തോളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ്. സമസ്ത പൂർണ്ണമായും ഈ ലീഗിന്റെ എതിരായി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. സമസ്തയെ പിളർത്താൻ വേണ്ടി സമസ്തയെ പിളർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ ഇടതുപക്ഷത്തോടൊപ്പം കൂട്ടിക്കൊണ്ട് വലിയ രീതിയിൽ പൊന്നാനി ജയിക്കും. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള വിജയപരാജയങ്ങളെയൊക്കെ സമസ്ത നമുക്കറിയാലോ. കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലുള്ള മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും എന്നൊക്കെ കരുതിയിട്ട് ഹംസയെ വലിയ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്താ സംഭവിച്ചത്? ഈ സമസ്തയൊന്നും കൂടെ ഇല്ല എന്നുള്ള കാര്യം ഇപ്പൊ തിരിച്ചറിയുന്നത്. കോഴിക്കോടും സമസ്തയില്ല, മലപ്പുറത്തും സമസ്തയില്ല. ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രത്യേകിച്ച് സെക്യുലർ ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളുടെ ഇങ്ങനെ പിണിയാളുകളായിട്ട് പുറകെ നടന്ന് അതിന് പിന്നെ ഇപ്പൊ വീഴും എന്ന് പറഞ്ഞ് നടക്കുന്നത് തന്നെ എന്തൊരു അപഹാസ്യമായ കാഴ്ചയാണ്. ജനങ്ങളോട് കാര്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും ഒരു നായരും ഈഴോ ഒന്നും അല്ലാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്. ഇത്ര ഏത് രീതിയിലാണ്, ഏത് ജാതി നോക്കിയിട്ടാണ് ഇപ്പൊ വോട്ട് ചെയ്തിരിക്കുന്നത്. അത് അവിടെയാണ് വിഷയം. സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നുള്ള ഒരു വിചാരം ഇപ്പൊ സ്ഥാനാർത്ഥി ഇപ്പൊ നടക്കുന്ന ഭരണകക്ഷി എന്ത് ചെയ്യുന്നു, എന്താണ് കാണിച്ചു കൂട്ടുന്നത്, വാക്കിലും പ്രവൃത്തിയിലും രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ള വലിയ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് ഞാൻ പറഞ്ഞ ഒരു പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടികൾക്കും. ഇപ്പോ രാഘവേട്ടനെ പോലുള്ള MK രാഘവനെ പോലുള്ള കോഴിക്കോട്ട് ഒരാൾ ജയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതാണ്. തീർച്ചയായും പഠിക്കണം. അതാണ് അതിനകത്ത് 4ാം തവണ ഒരു ആന്റി ഇൻകംബൻസി ഇല്ലാതെ
കോഴിക്കോട് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത് എന്ന് ശരിക്കും രാഘവനെ പോലുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആളുകൾ സ്നേഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ സ്നേഹിക്കുന്നത് എന്നൊക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഈ പറയുന്ന ഈ എല്ലാ അഹങ്കാരത്തോടു കൂടിയും ആളുകളോട് സംസാരിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആളുകളുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠിക്കണം. അല്ല, അത് പഠിക്കണമെങ്കിൽ നമ്മളൊന്ന് കൊല്ലത്ത് കൂടി പോകേണ്ടതുണ്ട്. അതെ, കൊല്ലത്ത് കൂടി പോകേണ്ടതുണ്ട്. അപ്പൊ എൻ കെ പ്രേമേന്ദ്രനെ യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം തിരിച്ചറിഞ്ഞ വലിയൊരു ഇടതുപക്ഷ പ്രവർത്തനമായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് വലതുപക്ഷത്തെത്തിയതെന്നും വലതുപക്ഷത്തെത്തിയതിനു ശേഷം അദ്ദേഹം തുടർച്ചയായി ഓരോ തവണയും ജയിക്കുന്നു. കൊല്ലം എന്ന് പറയുന്നത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള സ്ഥലമാണ്. അപ്പൊ മാത്രമല്ല നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് വലിയ ശക്തിയായിരുന്ന, അല്ലെങ്കിൽ കൊല്ലത്തിന്റെ രാഷ്ട്രീയ ഇതിൽ വലിയ കാലാവസ്ഥയിലൊക്കെ വലിയ ചലനങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റുന്ന RSP എന്ന പാർട്ടി ഇന്ന് വളരെ ദുർബലമായ ഒരു പാർട്ടിയാണ്. RSPയുടെ മാത്രം പിൻബലത്തിൽ ഒരിക്കലും ജയിച്ചു വരാൻ പോലും പറ്റുന്ന ഒരു പാർട്ടി സ്ഥാനാർത്ഥിയല്ല എൻ കെ പ്രേമേന്ദ്രൻ. പക്ഷെ എൻ കെ പ്രേമേന്ദ്രൻ അവിടെ പാട്ട് പാടിയേക്കുന്നത് എതിരാളി ആരാന്നുള്ള അദ്ദേഹം നോക്കാറില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ആണ് നമ്മുടെ MA ബേബിയാണ് അദ്ദേഹത്തിന് ആദ്യം പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്, നടന്നില്ല. അവസാനം മുകേഷാണ് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്, നടന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഇതേപോലെ തന്നെ രാജേഷേ, തിരുവനന്തപുരത്ത് പോയാൽ തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഒരു കാലത്ത് നാടാർ സ്ഥാനാർത്ഥികളെ ഇറക്കി കരുണാകരൻ പരീക്ഷ നടത്തി ചാൾസിനെ പോലുള്ള ആളുകളെ ജയിപ്പിച്ചത്. ശശി തരൂർ വരുമ്പോഴത്തേക്കും നായർ സമുദായ നേതാവ് തന്നെ ആദ്യം പറഞ്ഞത് ഡൽഹി നായരാണെന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ അപ്പൊ ജനങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റും. ശശി തരൂർ ഇപ്പൊ അവസാനം വരെ തോറ്റു എന്ന് പറഞ്ഞിട്ടും കയറി വരുന്നത് എന്തുകൊണ്ടാ? ശശി തരൂരിന് കോൺഗ്രസ്സുകാർ പോലും കൊടുക്കാത്ത സപ്പോർട്ട് ജനങ്ങൾ, അവിടെയാണ് വിഷയം. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും ഇനിയെങ്കിലും, കാരണം ഈ കാലാകാലമായിട്ട് തെരഞ്ഞെടുപ്പിന് നേരിടുന്നു, ജയിക്കുന്നു എന്നൊക്കെ അല്ലാതെ ഇതിലൊരു കൃത്യമായൊരു പഠനം ആരും നടത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് തോറ്റുപോയത്? ജയിച്ചവരും പഠിക്കണം, എങ്ങനെയാണ് ഞങ്ങൾ ജയിച്ചത് എന്നുള്ളത്. ഇപ്പം സുരേഷ് ഗോപി ഇപ്പൊ പറയുന്നത് കേട്ടു, ദൈവമാണ് എന്നെ ജയിപ്പിച്ചതെന്ന്. വോട്ട് ചെയ്ത ആളെല്ലാം പോയ പ്രജാദൈവങ്ങളെ കുറിച്ചും പ്രജാദൈവം പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ദൈവമാണ് എന്നെ സംരക്ഷിച്ച് നിർത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പഠിക്കേണ്ടതാണ് എന്ന് പറയുമ്പം ആളുകൾക്ക് ഇപ്പം കോൺഗ്രസിന്റെ തോൽവിയിൽ, അതായത് മുരളീധരൻ എങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് പഠിക്കും എന്ന് പറഞ്ഞു. ആര് പഠിക്കും? പഠിച്ചിട്ട് എന്ത് കാര്യം? കോൺഗ്രസ്സുകാർ സാധാരണ ഒന്നും പഠിക്കാറില്ല. പഠിച്ചാൽ തന്നെ അത് പ്രാവർത്തികമാക്കാറില്ല. കോൺഗ്രസ് അവിടെ തോറ്റു തന്നെയാ. ഇനിയിപ്പോ എന്താ ഉണ്ടാവുക? കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും പ്രശ്നങ്ങളൊക്കെ അതിന് കേൾക്കാൻ വന്നത്. ഇനിയിപ്പോ TN പ്രതാപനുമായിട്ട് കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ വലിയ തമ്മിലുള്ള ഉപജാപ സംഘങ്ങൾ പ്രവർത്തിക്കും, വലിയ രീതിയിൽ ആരോപണം ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ TN പ്രതാപൻ തന്നെയാണോ ഇത്തരത്തിലുള്ള പരാജയത്തിന് കാരണം എന്നൊക്കെ അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഒക്കെ ചെയ്യണം. ആരോപണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അതില് തോൽവി തന്നെയാണ്. മാത്രമല്ല അതല്ല, വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അന്വേഷണം നടത്തിയിട്ട് എന്തിനാണ് ഒരു കാര്യമില്ല. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ കോൺഗ്രസിൽ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള വോട്ടുകൾ മാറ്റി ചെയ്തിട്ടുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ സംഘടനയെ നയിക്കാൻ പറ്റിയ ഒരു നല്ല നേതാവില്ല. സംഘടനാ പ്രവർത്തനം വളരെ പിന്നിലുള്ള ഒരു സ്ഥലമാണ്. പിന്നെ മുരളീധരന്റെ ഒരു വലിയ ഈ പ്രകടനത്തിൽ ജയിച്ചു കയറുകയാണെങ്കിൽ ജയിച്ചു കയറാനേ പറ്റുള്ളൂ. അതാണ് ശ്രമിച്ചത്. ആ ശ്രമമാണ് പരാജയപ്പെട്ടത്. അതിനാദ്യം വേണ്ടത് സംഘടനാ പ്രവർത്തനം എവിടെ വരെ? ഈ പറഞ്ഞ കേഡർ പാർട്ടി ആക്കാൻ നടക്കുന്നതിന് മുമ്പ് സംഘടന ആളുകൾ എവിടെ പോകുന്നു, ആളുകൾ എത്രമാത്രം നിൽക്കുന്നു, ഈ ബൂത്ത് കമ്മിറ്റികൾ എന്താണ്, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെയാണ് നടക്കേണ്ടത്. അല്ല പ്രതാപനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു അന്വേഷണത്തിൽ പോയി പ്രതാപനെ നാളെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെ, തൃശ്ശൂര് എറണാകുളം പോലെയൊക്കെ ഒരുപാട് നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷവും നേടിയിരുന്ന ഒരു ജില്ലയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്ര അസംബ്ലി സീറ്റാണുള്ളത്? അതാ പറഞ്ഞേ, വളരെ മോശമായ അവസ്ഥയിലായില്ലേ? ഇപ്പൊ നമ്മളിപ്പം അത് കൂടാതെ നമ്മളിപ്പോ ഈ ചാലക്കുടിയിലെ ഇത് കൂടി കാണും. ചാലക്കുടിയിൽ യഥാർത്ഥത്തിൽ ബെന്നി ബെഹനാനെതിരെ വലിയ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ചാലക്കുടിയിൽ ഒരുപക്ഷെ ഈ ബെന്നി ബെഹനാൻ തോറ്റുപോകും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ജയിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ബെന്നി ബെഹനാൻ ജയിപ്പിച്ച യഥാർത്ഥ രവീന്ദ്രൻ മാഷ് സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ്. അവിടെ വേറെ ചില സമവാക്യങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ നമ്മൾ വിചാരിച്ചെന്താ 2020 വരവ് ബെന്നി ബെഹനാൻ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് വെച്ചു. പക്ഷെ 2020 നമ്മൾ പ്രതീക്ഷത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ബെന്നിയുടെ വോട്ടിന് മാത്രം സ്വാധീനിക്കാൻ പറ്റില്ല. ഇല്ല. അപ്പം അന്ന് സൗവൻ ജേക്കബ് പറഞ്ഞ എന്താണ്? സൗവൻ ജേക്കബ് പറഞ്ഞത് 2020 പ്രകടനം ഇരു സ്ഥാനാർത്ഥികളുടെയും വിജയ പരാജയങ്ങളെ സ്വാധീനിക്കുന്നു പറഞ്ഞു. എന്തെന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ കേരളത്തിൽ ഇപ്പം ശശി തരൂരിനെ പോലെ ഉള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരേണ്ടതിന്റെ ഒരു പ്രത്യേകതയും കൂടി തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അത് അവിടെയാണ് വിഷയം. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ ജയിക്കേണ്ടത് അവിടെ. പക്ഷേ നമ്മളിപ്പോ തൃശ്ശൂരിന്റെ ഒരു പൊളിറ്റിക്സ് ആണ് അവിടെയും വർക്കൗട്ട് ചെയ്തതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കേണ്ടത്. കാരണം എന്താ പറയുക, തൃശ്ശൂരിൽ മോദി പറഞ്ഞിട്ടുണ്ട് എന്റെ ഗ്യാരണ്ടിയാണ്, ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ ഞാൻ മന്ത്രിയാക്കി തരാം, ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ ജയിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ മന്ത്രിസഭ മോദിയുടെ അല്ലെങ്കിലും അങ്ങനെയൊക്കെ ഈ അമ്പഴങ്ങ വഴക്കുമ്പോൾ കാക്കക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടാവും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ആകമാനം ഉണ്ടായ ഇതിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും കേരള കോൺഗ്രസ് തമ്മിലുള്ള മത്സരത്തിനിടയിൽ കേരള കോൺഗ്രസ് എമ്മിനേറ്റ പരാജയം ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിൽ വീഴ്ത്തുന്നതിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള വലിയ ചേഞ്ചസ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വലിയ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. സർക്കാർ സ്വയം വിമർശനത്തിന് വിധേയമാവണം. ആവശ്യമെങ്കിൽ ഇത് മന്ത്രിസഭ തന്നെ പുനഃസംഘടിപ്പിച്ചാൽ പോലും തെറ്റില്ല എന്നുള്ളതാണ്. കാരണം ഈ പിണറായിക്ക് കൊണ്ടുപോകാൻ 2 വർഷമുണ്ട്. പിണറായിക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മൾ ഈ തിരിച്ചറിയേണ്ടത്. ഒന്ന്, പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള പോലീസ് നയവും ഒക്കെ ചേർന്നുകൊണ്ട് ജനങ്ങൾ ഭയങ്കരമായി വെറുത്തിരിക്കുന്നു. വലിയ രീതിയിൽ വെറുത്തിരിക്കുന്ന ഈ സർക്കാരുമായിട്ട് ഇതേപോലെ പോവുകയാണെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ വലിയ തീരുമാനമായി കിട്ടും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വെച്ച് നമുക്ക് വിശകലനം ചെയ്യാനുള്ളത്.